നേരിടുന്ന പല ബുദ്ധിമുട്ടുകളും നമ്മിൽ നിന്ന് ഒഴിഞ്ഞു പോകാനായിട്ട് ക്ഷേത്രങ്ങളിൽ ചെയ്യുന്ന ഒരു വഴിപാടാണ്, ദേവീ ക്ഷേത്രങ്ങളിലാണ് ചെയ്യുന്ന വഴിപാടാണ് മുട്ടറക്കൽ. അതിനായിട്ട് ഉപയോഗിക്കുന്ന തേങ്ങ പിന്നീട് നമ്മൾ പ്രസാദമായി ഉപയോഗിക്കാൻ പാടുണ്ടോ? ശാരീരികമായിട്ടും മാനസികമായിട്ടും നാം അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ ഒഴിഞ്ഞു പോകാനാണ് മുട്ടറക്കൽ വഴിപാടായിട്ട് ചെയ്യുന്നത്. കാടാമ്പുഴ ക്ഷേത്രത്തിൽ മാത്രമായിരുന്നു മുട്ടറക്കലെങ്കിൽ ഇത് ഇന്ന് എല്ലാ ദേവീ ക്ഷേത്രങ്ങളിലും ചില ശാസ്താ ക്ഷേത്രങ്ങളിലും അതുപോലെ ആലത്തിയൂർ ഹനുമാൻ ക്ഷേത്രത്തിലും മുട്ടറക്കൽ കണ്ടുവരുന്നുണ്ട്. ഇത് ഒരു വഴിപാടല്ല. സാധാരണ നമ്മൾ ആയുരാരോഗ്യ സൗഖ്യത്തിനായി ഈശ്വരനാമം ചൊല്ലിക്കൊണ്ടും പേരും നാളും പറഞ്ഞും പഴം, തേങ്ങ എന്നിവയോടുകൂടി അർച്ചന നടത്തുന്നു. കർപ്പൂര ആരതി കഴിഞ്ഞ് നമുക്ക് പൂവും ചന്ദനവും പഴവും തേങ്ങയുമെല്ലാം പ്രസാദമായി തരും. അത് ഭഗവത് പ്രസാദമാണ്. എന്നാൽ മുട്ടറക്കലിൽ അർച്ചനയോ പൂജയോ ഇല്ല. അതുകൊണ്ട് തന്നെ മുട്ടറത്ത് ലഭിക്കുന്ന തേങ്ങ പ്രസാദമല്ല. മുട്ടറക്കൽ എന്നാണ് പറയുക. മുട്ട് ഇറക്കലാണ് പിന്നീട് മുട്ടറക്കലായത്. ശരീരസംബന്ധമായ രോഗങ്ങൾ ഉണ്ടെങ്കിൽ ഇതിന് ചെയ്യുന്നത് ദേഹമുട്ട്. അങ്ങനെ ഓരോന്നിനും ഓരോ മുട്ട് പറഞ്ഞിട്ടാണ് മുട്ടറക്കുക. മുട്ടറക്കുന്നതോടെ അത് തേങ്ങയിലൂടെ ഈ ദുരിതങ്ങൾ ഒഴിഞ്ഞു പോകുന്നു എന്നാണ് സങ്കല്പം. എന്നിട്ട് ആ തേങ്ങ തന്നെ പ്രസാദമായി ഉപയോഗിക്കുന്നത് ശരിയല്ല. മുട്ടറുത്ത തേങ്ങ പ്രസാദം എന്ന സങ്കല്പത്തിൽ നാം ഒരിക്കലും ഉപയോഗിക്കരുത്. അതുപോലെ തന്നെയാണ് വിഘ്നങ്ങൾ നീങ്ങാനായിട്ട് എറിഞ്ഞ് ഉടയ്ക്കുന്ന തേങ്ങയും. അതും പിന്നീട് നമ്മൾ പ്രസാദം എന്ന ഭാവനയിൽ ഉപയോഗിക്കാനായിട്ട് പാടില്ല.